വർഷങ്ങൾക്ക് ശേഷത്തിലെ നിതിൻ മോളി അദ്ദേഹത്തിൻ്റെ അഴിഞ്ഞാട്ടം കണ്ടിട്ട് അത് നിവിൻ പോളിയുടെ തിരിച്ചു വരവിലേക്കുള്ള ഒരു ട്രെയിലറാണെന്ന് വിചാരിച്ച് ഈ സിനിമയ്ക്ക് അത്രയേറെ പ്രതീക്ഷയായിട്ട് നമ്മളെ ഇലയൊക്കെ വിരിച്ച് ഇങ്ങനെ കാത്തിരുന്ന് കണ്ട ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഡിജോ ജോസ് ആൻ്റണിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ചെറിയൊരു റോളിൽ വന്നിട്ടുണ്ട്. ആ റോൾ നൈസായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഷാരിസ് മുഹമ്മദാണ് എഴുതിയിരിക്കുന്നത്. സിനിമ തുടങ്ങി 3 ഡേയ്സിലെ ബഹത്തി ഹവ അതേ പാട്ട് അതേ വിഷ്വൽസ് കാണിച്ച് ഇങ്ങനെ തുടങ്ങി. അതേ പാട്ടല്ല, അതുപോലത്തെ ഒരു പാട്ട് തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നേരെ കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിലേക്ക് വന്ന് പിന്നെ അങ്ങോട്ട് പൊളിറ്റിക്കൽ സറ്റയർ പോലത്തെ ഒരു പരിപാടിയാണ്. അദ്ദേഹം ഇവരുടെ രണ്ടൊരു കഥാപാത്രം, ധ്യാനിൻ്റെയും നിവിൻ്റെയും കഥാപാത്രങ്ങൾ സംഖ്യകൾ. അല്ല, ധ്യാൻ കുറച്ച് തീവ്ര സംഖ്യയാണ്. അവരുടെ സംഖ്യകൾ ചെറുതായിട്ട് ട്രോളി, വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ട്രോളി. അതുപോലെ സുഡാപ്പികളും ചെറുതായിട്ട് ട്രോളി ബാലൻസ് ഒക്കെ ചെയ്ത് അതേ തുടർന്ന് കുറച്ച് പ്രധാന സംഭവങ്ങൾ നടക്കുന്നു. പക്ഷേ ഈ സാധനങ്ങളെല്ലാം പലതും ഫേസ്ബുക്കിൽ കൂടി കറങ്ങിയ സംഭവങ്ങളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അല്ലാതെ പല രംഗങ്ങളും ഒരു എഴുത്തിൽ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ചിന്തിച്ചൊന്നും വന്നതായിട്ട് എനിക്ക് തോന്നില്ല. പലയിടത്തും കണ്ട് സാധനം ക്ലീഷേഡ് സാധനമാണ്. അതുമാത്രമല്ല, ഈ സർക്കാസ്റ്റിക്കലി ആക്ഷേപം എന്ന് പറയുന്നത് ഭയങ്കര പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ വേറെ അതും ഓരോ പ്രധാന ഇൻസിഡൻസ് വരുമ്പോൾ തന്നെ വളരെ എഴുത്തിലുള്ള ഒരു ഉഴപ്പ് പലയിടത്തും ഫീൽ ചെയ്തു. എന്നാൽ ഫസ്റ്റ് ഹാഫിൽ കുറേ നല്ല സീനുകളുണ്ടായിരുന്നു. സലീം കുമാറിൻ്റെ ഒരു സീനുണ്ട്, അതുപോലെ മുത്തപ്പൻ്റെ ഒരു സംഭവമുണ്ട്. അത് മറ്റേ ഒരു ക്രിഞ്ച് സാധനമാണ്, പക്ഷേ അത് എടുത്തിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ഫീല് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഷൈൻ ടോം ചാക്കോ കുറച്ച് നേരം ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ നല്ല സീനുകൾ ഉണ്ട്. ഓവറോൾ ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ. സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമയിൽ നല്ലൊരു മെസ്സേജ് ഉണ്ട് എന്ന്. അപ്പോഴേക്കും ഈ മറ്റേ ഇതൊക്കെ വിട്ട് കേട്ടാ, പൊളിറ്റിക്സ് അവിടെ വിട്ട്. ഇത് കുറേ നേരം പൊളിറ്റിക്സ് കാണിക്കും, കുറേ നേരം വേറെ കുറച്ച് സംഭവങ്ങൾ കാണിക്കും, പിന്നെ അതുമായിട്ട് കണക്ട് ചെയ്യാത്ത വേറെ സാധനം കാണിക്കും. ഇതിലൊന്നിനും ഒരു എൻഡിങ് ഒന്നുമില്ല, വെറുതെ കാണിച്ചു പോവുകയാണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങി, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ മെസ്സേജ് എന്താണ്, നല്ലൊരു മെസ്സേജായിരുന്നു. നല്ലൊരു മെസ്സേജ് ഈ സിനിമയ്ക്കുണ്ട്. പക്ഷേ അത് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലോട്ടാണ് പോണേന്ന്. അവിടെ നിന്ന് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് കുറേ സമയമെടുത്ത്. അത് ഒരുപാട് കഥാപാത്രങ്ങളൊന്നുമില്ല, ഒരു ചെറിയ ഏരിയയാണ്, 2 കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങളുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഇത് കണ്ട് അവസാനം ബോറടിച്ച്. പക്ഷേ അവസാനത്തെ കുറച്ച് പോർഷൻസ്, ക്ലൈമാക്സ് വാസ് ഗുഡ്, ഒരു ഫീല് ഉണ്ടായിരുന്നു. അത് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇവിടെ പലയിടത്തും ഈ സിനിമയെ ഒന്ന് ഹൈ ആക്കി നിർത്തുന്നത് ജെയ്ക്സ് ബിജോയുടെ സ്കോറാണ്. ജെയ്ക്സ് ബിജോയുടെ സ്കോർ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് താഴെ പോകുമായിരുന്നു. ക്ലൈമാക്സ് സീനിലൊക്കെ പുള്ളി അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ഞാൻ പറഞ്ഞില്ല, അവിടെ നന്നായത്. പക്ഷേ അവിടെയും കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു. എന്നാലും ക്ലൈമാക്സ് ഈസ് ഗുഡ്. പക്ഷേ ഓവറാൾ ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത് സിനിമയിൽ. അത് പല രംഗങ്ങളും പല ലോജിക്കില്ലാത്ത പോലെ, ഏച്ച് കെട്ടിയത് പോലെ, മുഴച്ചിക്കണ പോലെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നായകൻ എത്ര മരപ്പൊട്ടനോ ആവട്ടെ, ഒരു കറി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ സവാളയുടെ തൊലിയൊക്കെ അതുപോലെ കാണുന്നു എന്ന് പറഞ്ഞാൽ അതെന്തൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അത്രയും പോലും അറിഞ്ഞുകൂടാത്ത ഒരു മരപ്പൊട്ടനാണ് നായകൻ എന്ന് കാണിക്കാനാണ്. എനിക്കുണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ, കുറേ ലോജിക്ക് ഇല്ലാത്ത അത് എനിക്ക് കുറേ പറയാനൊന്നും പറ്റത്തില്ല. കുറേ സ്പോയിലേഴ്സാണ്. ആ പ്രധാനപ്പെട്ട മെസ്സേജ് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അതും ഒരു കട്ട സ്പോയിലറാണ്. പല സിനിമയുടെ ഫ്ലേവേഴ്സ് അവിടെ ആയിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അതും പറയാൻ പറ്റില്ല. ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശ രൂപം മനസ്സിലാവും. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. അതാണ് സംഭവം. കുറേ സീനുകളൊക്കെ കൊള്ളാം, കുറേയൊക്കെ ക്രിഞ്ച്, കുറേയൊക്കെ ഏച്ചെട്ടി പോലെ ഇരിക്കുന്നു, കുറച്ച് വലിച്ചിൽ, കുറേ സീനുകൾ ഒരു ഫീൽ ഗുഡ് ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് മലയാളി ഫ്രം ഇന്ത്യ കണ്ടപ്പോൾ തോന്നിയത്. പടത്തിൽ സ്ക്രിപ്റ്റിലൊന്ന് ശ്രദ്ധിക്കാൻ തോന്നി. ബാക്കി എല്ലാ ടെക്നിക്കൽ സൈഡ്, സുദീപ് വെള്ളമരത്തിൻ്റെ സിനിമാറ്റോഗ്രഫി ആവട്ടെ, ശ്രീജിത്ത് സാരംഗിൻ്റെ എഡിറ്റിംഗ് ആവട്ടെ, ജെയ്ക്സ് ബിജോയുടെ സ്കോർ ആവട്ടെ, റോണക്സിൻ്റെ മേക്കപ്പ്, സമീറയുടെ കോസ്റ്റ്യൂം, ആ പോർഷൻസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. സ്ക്രിപ്റ്റിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ച് കുറച്ചുകൂടി എൻഗേജിങ് ആക്കിയിട്ട് ഈ നമ്മൾ സ്ഥിരം കണ്ടുമടുത്ത വാട്സാപ്പ് ആ ഒരു വേൾഡിൽ നിന്ന് റിയൽ ലൈഫിലോട്ട് തിരിച്ച് വന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ സിനിമ ഒന്നുകൂടെ ലിഫ്റ്റായി പോകുമായിരുന്നെന്ന് എനിക്ക് തോന്നി. അതൊക്കെയാണ് എനിക്ക് തോന്നിയതാണ്. എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല. ചിലർക്കൊക്കെ ഈ സീനുകളൊക്കെ ഭയങ്കര കണക്ട് ആവും. കൈയടിക്കാൻ പറ്റുന്ന കുറേ സീനുകളുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊന്നും കൈയടിക്കാൻ തോന്നുന്നില്ല. കാരണം അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അത് ഏച്ച് കെട്ടി വെച്ചതാണെന്നുള്ള ഒരു ഫീൽ മൊത്തത്തിലുള്ളതുകൊണ്ട് ഇതൊന്നും കൈയടിക്കാൻ തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ സച്ചിൻ്റെയൊക്കെ ഒരു സാധനം കാണുമ്പോൾ നമ്മൾ കൈയടിക്കണ്ടേ, അങ്ങനെ ഒന്നും തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു പടം അവിടെ നിങ്ങൾ കണ്ടു നോക്കുക. ഓരോരുത്തരുടെ ടേസ്റ്റാണ്. അത് എനിക്ക് പറയാൻ പറ്റത്തില്ല. ജനറലൈസ് ചെയ്ത് എനിക്ക് ഈ സിനിമ പറയാൻ പറ്റത്തില്ല.